ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പാൽക്കപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കപ്പ നന്നായി വേവിച്ചെടുക്കണം. നന്നായി ഉടയണ രീതിയിലേക്ക് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ 3 വിസിൽ വരെയാണ് കേട്ടോ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി കപ്പയിൽ ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ കപ്പ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരേ രീതി ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ കഴിയുന്നവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിനി ഇത് ഉടച്ച് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ആഡ് ചെയ്യാം. ഞാനൊന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരവിയത് വെറുതെ ഇതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയുടെ തെൻപാലാണ് കേട്ടോ. അതായത് ആദ്യത്തെ പാല് അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് അരിച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ പാലാണ് കേട്ടോ. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഒഴിച്ചിട്ടുള്ള പാലും കപ്പയും കൂടിയിട്ട് ഒന്ന് മിക്സ് ആവണ വരെ നമുക്കൊന്ന് സ്റ്റവിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് താളിച്ചെടുക്കണം. അതിന് വേണ്ടി ആദ്യം കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന ടൈമിൽ വറ്റൽമുളകും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും കൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് നന്നായി കുറുകിയിട്ടിരിക്കുന്ന കപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒപ്പം ബീഫും ചിക്കൻ റോസ്റ്റും എന്ത് വേണമെങ്കിലും നമുക്ക് കമ്പൈൻ ചെയ്ത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.